നടക്കാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ കൈകാൽ വിരലിലേക്ക് രക്തോട്ടക്കുറവുണ്ട്, കാൽമുട്ടിൻ്റെ എല്ലിൻ്റെ ഇടയിലുള്ള പാട് അഥവാ മെനിസ്കസ് ചെറുതായിട്ടൊന്നും കീറിയിട്ടുണ്ട്, അത് ഏജ് റിലേറ്റഡുമാണ്, കോമൺ ആണ്. അതുപോലെ തുടയിലൊക്കെ ചെറിയ വെരിക്കോസ് ഉണ്ട്. നടുവിൻ്റെ L4 L5 S1 3 നട്ടെല്ലുകൾ തെറ്റിയിട്ട് നടുവിനൊരു പിടുത്തവും കാലിലേക്കൊക്കെ ചിലപ്പോൾ ഒരു വലിച്ചിൽ പോലെ മിന്നൽ പോലത്തെ വേദന, വയറ്റിൽ നല്ല ഗ്യാസ്, കരളിൽ കൊഴുപ്പടിയുക, കഫക്കെട്ടൽ കാണിക്കുന്നുണ്ട്. പ്രശ്നങ്ങളുണ്ട്. അപ്പം തരം മൂത്രം പോവുകയോ മൂത്രത്തിൻ്റെ ഫ്ലോ കുറയുകയോ പോയി കഴിഞ്ഞാലും 2 തുള്ളി പോകാനുണ്ടാവുക, ഈർക്കിലി വണ്ണത്തിൽ യൂറിൻ പോവുക, വിട്ട് യൂറിൻ പോവുക, ബലക്കുറവ്, ഉദാഹരണക്കുറവ്, ശീഘ്രസ്ഖലനമൊക്കെ പ്രോസ്റ്റേറ്റ് വീക്കത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇതിലെല്ലാ ലക്ഷണവും എല്ലാവർക്കും കാണിക്കില്ല, ഇതിൽ 1-2 ലക്ഷണങ്ങൾ നമുക്ക് കാണിക്കാം. അതുപോലെ തന്നെ തുടയിലൊക്കെ നീർക്കെട്ടലുണ്ട്, പേരിക്കോസ് ഉണ്ട്, മുട്ടിനിടയിലുള്ള ലിഗമെൻറ്റും മെനിസ്കസും വലിയുന്നുണ്ട്. അപ്പം മുട്ടിന് ഒരു പിടുത്തം പോലത്തെ വേദന അല്ലെങ്കിൽ മുട്ടിൻ്റെ ഇടയിലുള്ള ലിഗമെൻറ്റിനൊക്കെ ചെറിയ കീറൽ അല്ലെങ്കിൽ ടിയർ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മുട്ടിനൊരു കൊളുത്തി പിടിക്കുന്ന പോലത്തെ വേദനയൊക്കെ വരാം. ചിലപ്പോൾ സ്റ്റെപ്പ് കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴോ ഒക്കെ ഒരു പിടുത്തം. ഒരു ഡോക്ടർക്ക് നിങ്ങളുടെ പൾസ് ഇങ്ങനെ പിടിച്ച് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് അറിയാൻ സാധിക്കും? അത് കുറച്ച് കാര്യങ്ങൾ. നിങ്ങളെ ഹൃദയം ഇടിക്കുന്നുണ്ടെങ്കിൽ ഏത് താളത്തിലാണ് ഇടിക്കുന്നത്, എത്ര തവണ ഒരു മിനിറ്റിൽ ഇടിക്കുന്നുണ്ട്, അതോടൊപ്പം നിങ്ങളുടെ പ്രഷർ നോക്കാൻ വേണ്ടി അത് പിടിച്ച് നോക്കിയേക്കാം. അങ്ങനെ ചുരുക്കം ചില കാര്യങ്ങൾ ഒഴികെ നിങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ രോഗത്തെക്കുറിച്ചോ ഒന്നും അങ്ങനെ പൾസ് നോക്കി പറയാൻ ഒരു ഡോക്ടർക്ക് സാധിക്കില്ല. കാരണം അത് പോസിബിൾ അല്ല. ഇനി മറിച്ച് നിങ്ങളുടെ ഈ പൾസ് പിടിച്ച് നോക്കി നിങ്ങളുടെ എല്ലാ രോഗങ്ങളും ഒരാൾ പറഞ്ഞു തരുന്നു എന്ന് പറയുമ്പോഴേ ഓർത്തേക്കണം അതൊരു ഫ്രോഡ് പരിപാടിയാണ്. ഏതൊരു മനുഷ്യർക്കും, നമ്മുടെ മനുഷ്യരെ സംബന്ധിച്ച് നമുക്ക് രോഗങ്ങൾ വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന രോഗങ്ങൾ വരുന്ന സമയത്ത് മനുഷ്യൻ ഏറ്റവും ബലഹീനനായി പോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം അവനെ സംബന്ധിച്ച് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയെങ്കിലും രോഗം മാറണം, അതിന് എല്ലാ വഴികളും അവർ തേടും. അങ്ങനെയുള്ള ആളുകളെ, പ്രത്യേകിച്ച് മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ രോഗങ്ങളെക്കുറിച്ചോ ഒന്നും അറിഞ്ഞും കേട്ടും വായിച്ചും പരിചയമില്ലാത്ത ആളുകളെ കബളിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് വ്യാജ ചികിത്സകരുണ്ട്. അത്തരത്തിലുള്ള ഒരു വ്യാജ ചികിത്സകരുടെ ചില വീഡിയോസ് ഈ അടുത്തായി സോഷ്യൽ മീഡിയയിൽ വല്ലാതെ കറങ്ങി നടക്കുന്നുണ്ട്. നാടി പിടിച്ച് നിങ്ങളുടെ എല്ലാ രോഗങ്ങളും പറയുന്ന ചികിത്സകർ ഫ്രോഡാണ്. അത് പോസിബിൾ അല്ല. മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിച്ച, മനുഷ്യ ശരീരത്തെക്കുറിച്ച് വായിച്ചെങ്കിലും അറിവുള്ള ഏതൊരാൾക്കും പറയാൻ പറ്റും അത് ഫ്രോഡ് പരിപാടിയാണ് എന്നുള്ളത്.